ഓരോ 20 കിലോമീറ്ററിലും EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള വിപ്ലവ നീക്കവുമായി കേന്ദ്രം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യത്ത് വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചാർജിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നീക്കവുമായി കേന്ദ്ര സർക്കാർ. 2030ഓടെ രാജ്യത്തെ പ്രധാന റോഡുകളിൽ 20 കിലോമീറ്റർ ഇടവിട്ട് EV ചാർജിംഗ് സ്റ്റേഷനുകൾ തുറക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. വൈദ്യുത വാഹനങ്ങൾ വാങ്ങുന്നവരുടെ പ്രധാന പ്രശ്നം ആവശ്യത്തിന് ചാർജിംഗ് പോയിന്റുകൾ ഇല്ലെന്നതാണ്. ഈ പ്രതിസന്ധി മറികടന്നാൽ മാത്രമേ EVയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവിലാണ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കം. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ മാർഗരേഖയിൽ EV സ്റ്റേഷനുകൾ സ്ഥാപിക്കാനായി റോഡുകളുടെ പ്രാധാന്യമനുസരിച്ച് മേഖലകളായി തിരിച്ചിട്ടുണ്ട്. EV ചാർജിംഗ് സ്റ്റേഷനുകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ കൈവശമുള്ള സ്ഥലങ്ങൾ പാട്ടത്തിന് നൽകും. സംരംഭകരുമായി വരുമാനം പങ്കിടുന്ന രീതിയിലായിരിക്കും ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുക. ലേലം നടത്തി സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവരുടെ സ്ഥലം വിട്ടു നൽകാം. 1 യൂണിറ്റ് വൈദ്യുതിക്ക് 1 രൂപ തറവില അടിസ്ഥാനമാക്കിയാകും ലേലം. സ്വകാര്യ ഏജൻസികളുമായി വരുമാനം പങ്കിടുന്നതിനോടൊപ്പം സർക്കാർ സ്ഥാപനങ്ങൾക്ക് സ്വന്തം നിലയിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കാനും കേന്ദ്രം പുറത്തിറക്കിയ മാർഗരേഖ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങാനെത്തുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകുന്നില്ലെന്നും സർക്കാർ ഉറപ്പുവരുത്തും. മെട്രോ നഗരങ്ങളിൽ 3 ദിവസത്തിനകം വൈദ്യുതി കണക്ഷൻ നൽകണം. മുനിസിപ്പൽ പ്രദേശങ്ങളിൽ 7 ദിവസവും ഗ്രാമീണ മേഖലകളിൽ ഇത് 15 ദിവസവുമാണ് സമയപരിധി. ഓഫീസ് സമുച്ചയങ്ങൾ, തിയേറ്റർ, ആശുപത്രികൾ, റെസിഡൻഷ്യൽ മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങാം. ഇതിനായി സർക്കാർ പിന്തുണ നൽകും. ചാർജിംഗ് സ്റ്റേഷനുകൾ സാർവത്രികമാകുന്നതോടെ EVയിലേക്കുള്ള കുത്തൊഴുക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. അതേസമയം രാജ്യത്ത് 25,000 ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി കഴിഞ്ഞ ദിവസം മാരുതി സുസുക്കി പ്രഖ്യാപിച്ചിരുന്നു.